ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശിനോടും നയനയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് കിരണും കല്യാണിയും വീട്ടിൽ പോകാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ബഹുമതിക്ക് കിട്ടിയതിനും മത്സരത്തിനും ഒക്കെ ആശംസകൾ തിരിച്ചും പറയുവാണ് ആദർശും നയനയും. അത് കഴിയുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു നല്ല ഹോട്ടൽ വെച്ച് കൂടാം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോഴും കല്ലുമോൻ എന്ത് ചെയ്യുന്ന നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് മോനെ പിരിഞ്ഞ് യാത്ര പറഞ്ഞു പോകാൻ ഇവർക്ക് ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് മോനെ കൊണ്ടുവന്നില്ല. നിങ്ങളുടെ ദാമ്പത്യം നല്ല രീതിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. എങ്കിലും ഇനി വരുമ്പം അല്ലെങ്കിൽ ഇനി കാണുമ്പോൾ ഒരു നല്ല വാർത്ത പറയണം, നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ വേണ്ടതെന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ആദർശനും നയനയ്ക്കും ചെറുതായിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും അവരവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന രൂപേനെ CS-നെയാണ്. രൂപയോട് CS പറയുന്നുണ്ട് മൂക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയായോ? രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട്, നമുക്കിന്ന് രാത്രി ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാം, ആ സങ്കടമൊക്കെ അങ്ങ് മാറട്ടെ, നമ്മുടെ മോന ഏറ്റവും വിഷമം എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് രൂപ അറിഞ്ഞതനുസരിച്ച് നമ്മുടെ സെർവൻ്റ് ചേച്ചി എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ CS പ്രത്യേകം ചോദിക്കുന്നുണ്ട് ഒരാഴ്ചത്തേക്കുള്ളതില്ലേ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലുണ്ട് സാറേ, പേടിക്കണ്ട, എല്ലാം രൂപമായിട്ട് നോക്കി നിന്ന് പ്രത്യേകം ചെയ്യിപ്പിച്ചതെന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ കിരണും കല്യാണിയും വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ കിരണിനോടും കല്യാണിയോടും CS പറയുന്നുണ്ട് ഇന്ന് ചെറിയൊരു ആഘോഷമുണ്ട്, മോൾക്ക് ഇത്രയും വലിയ ബഹുമതി കിട്ടിയത് ആഘോഷിക്കണ്ടേ, പിന്നെ മോള് നാളെ വിജയിച്ച് തന്നെ വരുള്ളൂ, അത് നമുക്ക് 100% ഉറപ്പാണ്. അപ്പോൾ അതിന് മുൻകൂടിയായിട്ട് ചെറുതായിട്ടൊരു ആഘോഷം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയുന്നുണ്ട് ഇപ്പം അതിനൊന്നും മൂടില്ല എന്ന് പറയുമ്പോൾ രൂപയും പറയുന്നുണ്ട് മൂടൊക്കെ വന്നോളൂ മോളെ, വാ നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ച് ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആവും എന്ന് പറയുകയാണ്. പിന്നെ അവർ കുറച്ച് പൂത്തിരിയും മത്താപ്പൊക്കെ കത്തിച്ച് വെളിയിൽ നിന്ന് ആഘോഷിക്കുവാണ് കേട്ടോ. എന്നിട്ട് അതിനിടയ്ക്ക് പറയുന്നുണ്ട് സോണിക്ക് വരാൻ പറ്റിയില്ല, ആൽബിയുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവളും വന്നേനായിരുന്നു എന്ന് പറയുമ്പോൾ കല്യാണി പറയുകയാണ് പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഈ സ്റ്റാറ്റസ് നമ്മുടെ കാർത്തിക കാണുവാണ് കേട്ടോ. കാർത്തിക കാണാൻ നേരത്ത് കാർത്തിക അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശനം വരുമ്പോൾ പ്രകാശനെയും കാണിക്കുവാണ് കേട്ടോ. അപ്പം പ്രകാശൻ ചോദിക്കുന്നുണ്ട് മോക്കിത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പിണങ്ങിയെങ്കിലും വഴക്കുണ്ടാക്കിയെങ്കിലും ഞാൻ അവരുടെ നമ്പരൊന്നും കളഞ്ഞില്ലായിരുന്നു വെച്ചാൽ, അപ്പോൾ അതിൽ സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന കണ്ടതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് ഇവരൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ലാത്ത കൂട്ടമാണ് മോളെ, നമ്പറൊക്കെ കളഞ്ഞേരെ, അല്ലെ മോളെ ഓരോന്ന് പറഞ്ഞ് വഴി തെറ്റിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ കാർത്തി പറയുന്നുണ്ട് എന്നെ അങ്ങനെ ആർക്കും ചതിക്കാൻ പറ്റില്ല അച്ഛാ എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാം അച്ഛൻ നല്ല കുറച്ച് ഷർട്ടൊക്കെ ഇട്ട് ഫോട്ടോ ഇട്ട് അവരും കാണട്ടെ സ്റ്റാറ്റസൊക്കെ, അച്ഛൻ്റെ മാറ്റങ്ങളൊക്കെ കാണട്ടെ എന്ന് പറയുവാണ്. എന്നിട്ട് കാർത്തിക പറയുന്നുണ്ട് പിന്നെ അച്ഛാ ഞാൻ അച്ഛൻ തന്ന പ്രസാദം എൻ്റെ ഒരു ഫ്രണ്ട് ചെന്നൈക്ക് പോയത് കൊടുത്തു വിട്ടായിരുന്നു, അമ്മയുടെ കിട്ടി, അമ്മ ഒരുപാട് സന്തോഷത്തിലാണ്, എൻ്റെ അമ്മേനെ ഇനി വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോഴേക്കും പ്രകാശം പറയാം ഞാൻ വേദനിപ്പിക്കാനോ, സൗന്ദര്യമൊന്നും എനിക്കൊരു പ്രശ്നമല്ല മോളെ, ഇനി അമ്മ എങ്ങനെയാണേലും മോളുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് 1000 വട്ടം സമ്മതമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കാർത്തിക പറയുന്നുണ്ട് എന്നാൽ ശരി അച്ഛൻ പോയി കിടന്നു എന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശം പറയുന്നുണ്ട് മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാനിവിടെ സഹായത്തിനിരിക്കാം, ജ്യോത്സ്യം പ്രത്യേകം പറഞ്ഞായിരുന്നു എനിക്ക് പെൺമക്കളിൽ നിന്ന് സ്നേഹം കിട്ടുന്നു, അത് മോള് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയത്, ഇനി മോളുടെ അമ്മ എൻ്റെ ഭാര്യയാവുകയാണെങ്കിൽ എൻ്റെ സ്വന്തം മോളാണല്ലോ മോള്, അപ്പോൾ ആ പ്രവചനവും ശരിയായി എന്നൊക്കെ ഇങ്ങനെ തള്ളുവാണ് കേട്ടോ പ്രകാശൻ അവിടെ നിന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുലിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുവാണ്, രൂപയാന്ന് തോന്നുന്നു അയച്ചു കൊടുക്കുന്നത്. രൂപ അയച്ചു കൊടുത്ത വീഡിയോ കണ്ടിട്ട് രാഹുൽ ഇങ്ങനെ ചിന്തിക്കുക അപ്പോൾ അവൾ നാളെ പോവാണ്, ഇനി ഓരോ കരുനീക്കങ്ങൾ എടുക്കണം എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ നമ്മുടെ കിരണിനെയും കല്യാണിനെയാണ് കാണുന്നത് കേട്ടോ കാണിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയുകയാണ് ഇനി നമുക്ക് കിടക്കാൻ കുറച്ച് സമയമുള്ളൂ ഉറങ്ങാനെന്ന് പറയുമ്പോഴത്തേക്കും കിരൺ പറയാം ഉറങ്ങാൻ പറ്റുമോ എന്നറിയത്തില്ല, ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് എൻ്റെ ജീവിതത്തിലോട്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് നീ വന്നിട്ട് എനിക്ക് കോടികളുടെ സ്വത്താണ് ഉണ്ടാക്കി തന്നെ, സ്വത്തുക്കളല്ല നീ തന്ന സ്നേഹം എൻ്റെ ആത്മാവിനോട് ബന്ധിച്ചാണ് നിൽക്കുന്നേ, അത്രയും സ്നേഹം തന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല എന്നൊക്കെ ഇവർ പരസ്പരം പറഞ്ഞ് നാളെ പോകുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.